കഴിഞ്ഞ ദിവസം കേരള രാഷ്ട്രീയത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ടാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് നടന്നത്. അർദ്ധരാത്രി 12:30-ഓടെയാണ് രാഹുലിനെ പാലക്കാട്ടെ ഹോട്ടൽ മുറിയിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയത്. വളരെ നാടകീയമായ രീതിയിലാണ് അറസ്റ്റ് നടന്നത്. അറസ്റ്റ് നടന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ വാർത്തകളിൽ നിറഞ്ഞത് രാഹുൽ വിഷയം തന്നെയായിരുന്നു. രാഹുലിന്റെ അറസ്റ്റ് ഭരണപക്ഷവും BJPയും മാധ്യമങ്ങളും ആഘോഷമാക്കിയപ്പോൾ ഒരു വിഭാഗം ആളുകൾ ഈ അറസ്റ്റിനെ എതിർക്കുകയായിരുന്നു. എന്ന് കരുതി രാഹുലിനെ ന്യായീകരിക്കുകയല്ല ചെയ്തത്, മറിച്ച് രാഹുലിനെ പിടികൂടിയ നടപടി ശരിയായില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ പോലീസ് മേധാവി TP സെൻകുമാർ. വിഷയത്തിൽ രൂക്ഷമായ നിയമ വിമർശനമാണ് സെൻകുമാർ നടത്തിയിരിക്കുന്നത്. രാഹുലിന്റെ അറസ്റ്റിൽ കൃത്യമായ നടപടികൾ പാലിച്ചിട്ടില്ലെന്നും ഈ വീഴ്ചകൾ കാരണം രാഹുൽ കേസിൽ നിന്നും രക്ഷപ്പെടുമെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. അതേസമയം രാഹുൽ ഒരു സൈക്കിക് കോഴിയാണെന്ന് പരിഹസിച്ചുകൊണ്ടാണ് സെൻകുമാറിന്റെ കുറിപ്പ് ആരംഭിക്കുന്നത് തന്നെ. ബലാത്സംഗ പരാതികളിൽ പാലിക്കേണ്ട നിയമപരമായ കാര്യങ്ങൾ പോലീസ് ലംഘിച്ചുവെന്നാണ് സെൻകുമാർ പ്രധാനമായും ആരോപിക്കുന്നത്. അതിജീവിതയുടെ വൈദ്യ പരിശോധന നടത്താതെയുള്ള അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പരാതിക്കാരി കാനഡയിൽ നിന്നും ഇമെയിൽ വഴി അയച്ച പരാതി BNSS അതായത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ ചട്ടവിരുദ്ധമായി നടത്തിയ ഈ അറസ്റ്റ് കോടതിയിൽ രാഹുലിന് പൊളിക്കാവുന്നതേ ഉള്ളൂ. രാഹുലിനെ കുടുക്കാനായി തിടുക്കം കാണിച്ച പോലീസുകാർക്ക് പിഴവ് സംഭവിച്ചെന്ന് തന്നെ പറയാം. ഒപ്പം രാഹുലിന്റെ അറസ്റ്റോടെ ശബരിമല വിഷയത്തിലെ നാണക്കേട് കുറച്ചെങ്കിലും കുറയ്ക്കാമെന്ന് കരുതിയ സർക്കാരിനും ഇത് കനത്ത തിരിച്ചടി തന്നെയായിരിക്കും. ഈ നിയമലംഘനങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷ്പ്രയാസം പുറത്തിറങ്ങുമെന്നും പോലീസ് വെറുതെ നാണം കേടേണ്ടി വരുമെന്നും മുൻ DGP തന്നെ വ്യക്തമാക്കുമ്പോൾ ഇത് സർക്കാരിന്റെ വമ്പൻ പരാജയമായി മാറുകയാണ്.